എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ചന്ദ്രവൻ നിൽക്കുകയാണ്. കാരണം രവീന്ദ്രനോട് ഇതിനായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വർഷ ശ്രീകാന്ത് ഇങ്ങോട്ട് വരുന്ന കാര്യം അത് മാത്രമല്ല, സച്ചിനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടുകയും ചെയ്യണം. അങ്ങനെ ഓർത്തങ്ങ് ചെന്നപ്പോഴാണ് സച്ചി ഒരു മൂളിപ്പാട്ടും പാടി വരുന്നത്. ദൈവമേ, ഇനി ഇവൻ ഇതിനായിട്ടും പോയില്ലേ, എന്താ പോലും പോകാത്തെ. നേരെ ചന്ദ്രമല അടുക്കളയിലേക്ക് എല്ലുകയാണ്. രേവതി ചോദിച്ചു, അല്ല സച്ചിക്ക് ഇന്ന് ഓട്ടോ ഇല്ലേന്ന് ചോദിക്കണം. എന്തോ ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പറയാം. ഒരു കാര്യം ചെയ്യാം, സച്ചിക്ക് പെട്ടെന്ന് കാപ്പി കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്. അല്ലമ്മേ, സച്ചേട്ടന് സമയമാകുമ്പോൾ സച്ചേട്ടൻ പോയിക്കോളും. നമ്മൾ സച്ചേട്ടൻ നേരത്തെ പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെയല്ലല്ലോ, സമയത്തിന് നേരത്തിനും കാലത്തും പോകണ്ടേ. ഓരോരുത്തരേക്ക് ഓട്ടം വിളിക്കുന്ന സമയത്ത് എല്ലാം വേണ്ടിയിട്ടല്ലേ. താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാകത്തില്ലേന്ന് ചോദിക്കും. രേവതി ഇങ്ങനെ അന്തം വിട്ടു. അമ്മയ്ക്ക് എന്താ ഇത്രമാത്രം സ്നേഹം. അതെ, ഞാനും കൂടി കാപ്പിയൊക്കെ എടുത്തു വെക്കാം. നീ പോയി സച്ചിനെ വിളിക്കാൻ പറയണേ. ഇതെന്ത് മറിമായം. സാധാരണഗതിയിൽ സച്ചേട്ടൻ കാപ്പി കുടിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് പോലും വരാത്ത ആളാണ് ഇങ്ങനെയൊക്കെ പറയണേ. പിന്നീട് രേവതിയോട് പോയി വിളിക്കുക. ആ ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് സച്ചിയോട് എന്നിട്ട് സച്ചിയേട്ട വാ കാപ്പി കുടിക്കാന്ന് പറയണം. കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറയാം. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, എന്തിനാ കുറച്ച് കഴിഞ്ഞിട്ട് ആക്കണേ, അതിന് ചൂടാറിപ്പോയാൽ കൊള്ളുന്ന ആണോ. പൂരിയൊക്കെ ചൂടോടെ കഴിക്കണം, എന്നാലും അതിന് ടേസ്റ്റ് ഉള്ളതെന്ന് പറയണം. വന്നിരുന്ന് കഴിക്കാൻ നോക്കാൻ പറഞ്ഞിട്ട് ചന്ദ്രമതിയും കൂടെ കൂടിയിട്ട് ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വെക്കുവാണ്. ഒരു നിമിഷം സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ്, എന്താ നടക്കണം എന്നറിയാൻ വേണ്ടിട്ട്. രവീന്ദ്രൻ ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സച്ചി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതിയോട് പറഞ്ഞു, ദേ രേവതി പെട്ടെന്ന് തന്നെ സച്ചിക്ക് ഫുഡ് വിളമ്പി കൊടുക്കാൻ പറയണം. അങ്ങനെ സച്ചിക്ക് ഫുഡ് വിളമ്പി കൊടുത്തു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് സുധി വരുന്നത്. സുധി വന്നിട്ട് പറഞ്ഞു, ആഹാ പൂരിയാണല്ലോ, കാപ്പ് റെഡിയല്ലേ, ഞാൻ കാപ്പ് കുടിക്കട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, വേണ്ട ഇപ്പൊ നീ കഴിക്കണ്ടെന്ന് പറയാ. അതും തമ്മിൽ ഞാൻ കഴിക്കണ്ടാത്തെ, സച്ചി കഴിച്ചിട്ട് പോട്ടെ. സച്ചി കഴിച്ചിട്ട് പോട്ടെ, അവൻ കഴിച്ചോട്ടെ, ഞാൻ പിന്നെ ഈ കൂടെ തന്നെ ഞാനിരുന്ന് കഴിക്കുന്നതിന് എന്താ കുഴപ്പമിരിക്കണേ. അത് വേണ്ടാന്ന് പറയണം. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അമ്മ എനിക്ക് പോകണ്ടല്ലേ ഓഫീസിലേക്ക്, നേരത്തെ കാലത്ത് എല്ലണ്ടേന്ന് ചോദിക്കാം. അത് കേട്ടാൻ ചന്ദ്രമതിയെ നോക്കി, നിനക്ക് എവിടെയാടോ ഓഫീസിരിക്കുന്നത്, പാർക്കിൽ പോയി കുത്തിരിക്കാൻ പോകുന്നവനല്ലേടാ നീ എന്നുള്ള രീതിയിലായിരുന്നു ആ ചന്ദ്രമതിയുടെ നോട്ടം. ചന്ദ്രമതിയുടെ നോട്ടം കണ്ടപ്പോൾ പിന്നെ സുധി ഒരക്ഷരം പോലും മിണ്ടിയില്ല. സുധി പതുക്കെ പോയി ഡൈനിങ് റൂമിൽ പോയി ഇങ്ങനെ, ഡൈനിങ് റൂമിലല്ല അവിടെ ആ ഹാളിൽ പോയി ഒന്നും മിണ്ടാതിരിക്കുവാണ്. ആ സമയം രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താ ഫുഡ് കഴിക്കാതെ. അതെ അമ്മ പറഞ്ഞു സച്ചി കഴിച്ചിട്ട് കഴിച്ചാൽ മതിയെന്നു. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ, ഇന്ന് എന്ത് പറ്റി ഇവക്ക്, കാക്ക ഇന്ന് മലർന്ന് പറക്കൂല്ലോ എന്ന് പറയണം. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, കാക്ക മലർന്ന് പറക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ്. പിന്നീട് സച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ചോദിച്ചു, അല്ല സച്ചിയാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കാം. ഞാൻ വരാന്ന് പറയണം. അതെ ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരേണ്ട കാര്യമുണ്ടോ. ഒന്നാമത്തെ കാര്യം നല്ല മഴക്കോളുണ്ട്, പുറത്ത് മഴ പെയ്യും തോന്നേ. രേവതി നീ ആ സച്ചികളോ ഉച്ചക്കത്തെ ഫുഡ് അങ്ങോട്ട് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറയണേ. കാരണം ഇനിയിപ്പം മഴ നനഞ്ഞ് വന്നിട്ട് വല്ല പനിയും പിടിച്ച പിന്നെ അതിന്റെ പുറകെ നടക്കണ്ടെന്ന് ചോദിക്കും. സച്ചി ഇങ്ങനെ അമ്പരന്ന് നോക്കുവാണ്. തന്റെ അമ്മ തന്നെയാണോ ഇത് പറയണേന്നുള്ള രീതിക്ക്. തന്റെ അമ്മ ഇങ്ങനെ പറയാൻ വഴിയില്ലോ, എന്തോ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇത്ര സ്നേഹം കാണിക്കണമെങ്കിൽ ചന്ദ്രമതിയുടെ ഉള്ളിലെ സ്നേഹം എന്താന്ന് ഈ പറയുന്ന സച്ചിക്കും രേവതിക്കും അറിയത്തില്ല. ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് വർഷയുടെ വീട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ സച്ചി ഇവിടെ കാണില്ലെന്നാണ് മഹിമയുടെ ഓർഡർ. അപ്പൊ അതനുസരിച്ച് സച്ചിനെ മാറ്റാനുള്ള തന്ത്രപ്പാടാ. സച്ചി ഇവിടെ ഉണ്ടെങ്കിൽ എന്തേലും ഇടങ്കോലും ഇടുന്നുള്ള കാര്യത്തിൽ ചന്ദ്രമതിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ സച്ചിനെ എങ്ങനെയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കടത്തണം വീട്ടിൽ നിന്ന്. അതിന് വേണ്ടിയിട്ട് പെടാപ്പാട് പെട്ടോണ്ടിരിക്കുക. സച്ചിക്ക് അപ്പോഴേ മനസ്സിലായി അമ്മയുടെ ഉള്ളിൽ എന്തോ ഒരു തന്ത്രം ഉണ്ടെന്ന്. പിന്നീട് സച്ചി ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ശരിയെന്ന് പറയണം. രേവതി പെട്ടെന്ന് എന്ത് ചെയ്യണം, അകത്തേക്ക് പോയിട്ട് സച്ചിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് വരുവാണ്. അങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തു. അപ്പൊ സച്ചി ചോദിച്ചു, അതെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ വൈകുന്നേരം വന്നാൽ മതിയല്ലോ എന്ന് പറയണം. മതി സച്ചേട്ടാന്ന് പറയണം. അതെ ഓട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വന്നേക്കാന്ന് പറയാം. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, അതെന്തിനാ ഓട്ടോ ഇല്ലേ വരുന്നേ, അവിടെ കിടക്കുവാണെങ്കിൽ ആരെങ്കിലും വരുന്ന വിളിക്കുകയാണെങ്കിൽ ഓട്ടം പോകാലോ, പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം. ശരിയെന്ന് പറഞ്ഞ സച്ചി അങ്ങോട്ട് പോകാൻ ഇറങ്ങുക. ആ സമയത്ത് സുധി അങ്ങോട്ട് വന്നേ. സുധിയോട് പറഞ്ഞു, എടാ ഞാൻ പോയിട്ട് കേട്ടോ എന്ന് പറയണേ. ഇവനെന്താ ഈ ഓട്ടോ ഓടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പറയുന്നേ, ഓട്ടം പോണ സമയത്ത് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോഴേക്കും ശ്രുതിയും കൂടെ വന്നു. പാർലർമേ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയാണ്. ഇതെന്താ പതിവിലും വീഡിയോതായിട്ട്. പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്ത് പറ്റിയടാ നിനക്ക്. ഓ അച്ഛനോട് പറയാൻ മറന്നു, ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാന്ന് പറയാണ്. ഇതെന്താടാ നീ ഇങ്ങനെ ഭയങ്കര യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നേ, ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ എന്ന് പറയാ. എന്താന്നറിയത്തില്ല, എനിക്ക് ഇന്ന് അങ്ങനെ പറയാൻ തോന്നിയെന്ന് പറയാണ്. പിന്നീട് രേവതിയുടെ യാത്ര പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. അപ്പോഴാണ് ചന്ദ്രമതിക്ക് ശ്വാസം നേരെ വീണേ. ഇങ്ങനെ സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സുധീർ അടുത്ത് എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, അതെ
സുധി, നീ ഈ ടേബിൾ ഇതൊക്കെ നല്ല ഡയറക്റ്റായിട്ട് ശരിക്കും ഒന്ന് പിടിച്ചിടാൻ പറയണം. എന്നിട്ട് രേവതിയോട് പറഞ്ഞു, നീ ഇതെന്നെല്ലാം തൂത്ത് വൃത്തിയാക്കാൻ പറയാ. അമ്മ അത് തൂത്ത് വൃത്തിയാക്കാനൊന്നുമില്ല, നല്ല വൃത്തിക്ക് തന്നെയാണല്ലോ കിടക്കണേന്ന് പറയണം. രവീന്ദ്രൻ ചോദിച്ചു, ഇപ്പോഴെന്തിനാ ഈ ചെയറൊക്കെ പിടിച്ച് നേരെ ഇടുന്നേ? അതിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കുക. അതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കുമാണ് രേവതി എന്നൊരു വിളി കേൾക്കുന്നത്. സച്ചി തിരികെ വരുവേ. ചന്ദ്രമതി ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അത് പിന്നെ അത്യാവശ്യം ഒരു കാര്യം ഉണ്ടെന്ന് പറയണം. എന്ത് അത്യാവശ്യ കാര്യം? ഇപ്പൊ നീ ഓട്ടം പോയതല്ലേ ഉള്ളൂ. അമ്മേ, അത് വരേണ്ട കാര്യം വന്ന് പറയണം. നീ മാറിക്ക്, ഞാൻ പോട്ടേന്ന് പറഞ്ഞ് സച്ചി പെട്ടെന്ന് അകത്തേക്ക് കയറി പോകണം. ഇവനിത് എന്ത് പറ്റി? എടാ, നീ ഇത് അകത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അകത്തേക്ക് പോകേണ്ട കാര്യത്തിന് പിന്നെ പുറത്തേക്ക് പോയിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് സച്ചി അകത്തേക്ക് കയറി പോയി വാതിലടിച്ചു. സച്ചിക്ക് ബാത്റൂമിൽ പോകാന്ന് പറഞ്ഞിട്ട് ബാത്റൂം പറഞ്ഞിട്ട് ഓടി വന്ന ആ സമയം ചന്ദ്രമതി ഓർത്ത്, ദൈവമേ പെട്ടല്ലോ, ഇനിയിപ്പോ ഇവനെങ്ങാനും തിരിച്ചു പോയില്ലെങ്കിൽ അവൻ ഈ സമയത്ത് വന്ന പണി പാളിയത് തന്നെ. ഈ ചന്ദ്രമതിയുടെ ഈ വെപ്രാളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ ചെന്നിട്ട് ചോദിച്ചു, എന്താ ചന്ദ്രേ, നീ കുറെ സമയം ആയല്ലോ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെരികിനെ പോലെ ഓടുന്നേ. കാര്യം എന്താ? എന്തോ കാര്യമില്ലാതില്ലോ എന്ന് പറയാം. അത് പിന്നെ ഉണ്ടല്ലോ, എന്ത്, ഇന്ന് ശ്രീകാന്തും വർഷയും വരുന്നുണ്ട്. ശ്രീകാന്തിനെ വർഷയെ ഇവിടെ കൊണ്ടേ ആക്കാനായിട്ട് വർഷയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് പറയണു. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അതാണ് നീ രാവിലെ ഓടിപ്പാഞ്ഞ് നടന്നേ. സച്ചിനെ തീറ്റിക്കാൻ നടക്കുന്നു, അവനെ വിടാൻ ശ്രമിക്കുന്നു. ഇപ്പോഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ചോദിക്കുക. അത് പിന്നെ ഉണ്ടല്ലോ, നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അപ്പോഴേക്കാണ് പുറത്തൊരു കാറ് നിന്നേ. കാറിനകത്ത് ശ്രീകാന്തും വർഷയും മഹിമയും കൂടെ ഇറങ്ങുവാണ്. മധുസൂദനൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവര് അങ്ങോട്ടേക്ക് കയറി വന്ന് വാതിലിന്റെ അവിടെ വന്ന് നിൽക്കുവാണ്. ഈ സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ നോക്കുവാണ്. രവീന്ദ്രന്റെ ആ നോട്ടം നേരിടാൻ പറ്റാതെ ഇങ്ങനെ മുഖം കടിച്ച് നിൽക്കുവാണ്. ശ്രീകാന്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചന്ദ്രമതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം രവീന്ദ്രൻ വിളിച്ചിട്ടില്ല അകത്തേക്ക്. അവരിങ്ങനെ വാതിലിന്റെ അവിടെ വന്ന് നിൽക്കുവാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇതേ നോക്കിയേ, അവരൊന്ന് നിൽക്കുന്ന കണ്ടില്ലേ, ശ്രീകാന്തും വർഷയും. അതെ, വർഷയുടെ അമ്മയെ വന്നിരിക്കുന്നത്. അവരെ അകത്തേക്ക് വിളിക്കാൻ പറയണം. ഇത് കേട്ട് രവീന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. രവീന്ദ്രന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു പോവാണ്. അന്ന് താന് പോലീസ് സ്റ്റേഷനിലായ സമയത്ത് ഇവര് വന്ന് തന്നെ വെല്ലുവിളിച്ചത്, മക്കളെ ഇങ്ങനെയാണോ വളർത്തുന്നതെന്ന്. 3 ആമക്കളെ ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മര്യാദയ്ക്ക് വളർത്താനായിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു തവണയല്ല പല തവണ ഇവര് തന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ദേഷ്യം അങ്ങോട്ട് അരച്ചു കയറി. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ? പെട്ടെന്ന് രേവതിയോട് ശ്രുതിയോടുമായിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ പോയി ആരതി എടുത്തോണ്ട് വാ, ആരതി ഒഴിഞ്ഞു വേണം അകത്തേക്ക് കയറ്റാനെന്ന് പറയാം. വർഷ ഇങ്ങനെ നോക്കി നിൽക്കുക, എപ്പം വിളിക്കും എന്ന് ഓർത്തിട്ട്. ആ സമയം ശ്രീകാന്ത് അവിടെ നിന്നിട്ട് വിളിച്ചു, അച്ഛാന്ന് പറയാണ്. അച്ഛാന്ന് വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛന് സുഖമാണോന്ന് ചോദിക്കുകയാണ്. രവീന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. ശ്രീകാന്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുവതേ. ശ്രീകാന്തിന് ടെൻഷനായി. ഇനിയിപ്പം വന്ന പോലെ തന്നെ തിരിച്ചു പോകേണ്ട വരുമോ? മിക്കവാറും അതിനുള്ള ചാൻസ് ഉണ്ട്. അച്ഛന്റെ മുഖം കണ്ടിട്ട് അങ്ങനെയാ തോന്നേ. മിക്കവാറും ഇന്ന് തന്നെ തങ്ങളെ ആട്ടി പുറത്താക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. മഹിമയൊന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അങ്ങനെ രേവതിയും ശ്രുതിയും കൂടെ ആരതിയായിട്ട് വരുവാണ്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, നിങ്ങൾ അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ പറയാണ് അകത്തേക്ക്. അങ്ങനെ ആരതി ഒഴിയുവാണ്. ആരതി ഒഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ അടുത്ത് എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, ഇത് ആദ്യമായിട്ട് വന്നതല്ലേ, പിള്ളേരെ അകത്തേക്ക് വിളിക്കാൻ പറയാണ്. ആരതി ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും വിളിക്കാതിരുന്നപ്പോഴേ ചന്ദ്രമതി അങ്ങനെ പറഞ്ഞു. അവസാനം രവീന്ദ്രൻ പറഞ്ഞു, കയറി വരാൻ പറയാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി ശ്രീകാന്ത് ഓടി വരുവാണ്. ഓടി വന്ന് രവീന്ദ്രന്റെ കാലുകളിലേക്ക് വീഴുവാണ്. അച്ഛാ, എന്നോട് ക്ഷമിക്കുക അച്ഛാന്ന് പറഞ്ഞോണ്ട്. ഈ സമയം ചന്ദ്രമതി വർഷയോട് പറഞ്ഞു, എന്ത് നോക്കിയിരിക്കുക, പെട്ടെന്ന് പോയി ഇതേ അച്ഛന്റെ കാല് വീണ് അനുഗ്രഹം മേടിക്കാൻ പറയണം. വർഷയെ അങ്ങോട്ട് ഇരുന്ന് കാലിലേക്ക് വീഴുവാണ്. പിന്നീട് അവരങ്ങോട്ട് അവിടെ ഇരുന്ന സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, ഇപ്പോഴൊരു സമാധാനമായത്, മനസ്സിനൊരു സമാധാനമായത്. ഇത്ര സമയം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം തന്നെയല്ലേ ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്, ഇനി ആരെങ്കിലും ആക്രമിക്കാൻ വരുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പറയാം. പെട്ടെന്ന് മഹിമ പറഞ്ഞു, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. അപ്പോഴേക്കുമാണ് അവിടെ കഥകെ മുട്ടുന്നത്. ഇതിനിടയ്ക്ക് ചന്ദ്രമതി ഒരു പണി കാണിച്ചിട്ടുണ്ടായിരുന്നു. സച്ചി മുറിയിലേക്ക് പോയ സമയത്ത്, മുറിയിലുള്ള ബാത്റൂം, അങ്ങോട്ട് പോയ സമയത്ത് മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടായിരുന്നു. സച്ചി ബാത്റൂമിൽ കയറിയിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മുറി ലോക്ക് ചെയ്തിട്ടേക്കുന്നു. സച്ചി കഥയെ കിടന്ന് മുട്ടാണ്. പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ ഒരു നിമിഷം ശ്രദ്ധിക്കണം. അകത്തുനിന്ന് ആരോ മുട്ടുന്ന പോലെ തോന്നുന്നു. ചന്ദ്രമതി പറഞ്ഞു, അതെ, പുറത്താരോ കഥയെ മുട്ടുന്ന, പുറത്തെ അടുത്ത വീട്ടിലാന്ന് പറയാണ്. വർഷ വെച്ചാൽ അകത്തെ മുട്ടുന്ന പോലെയുള്ള ശബ്ദം കേൾക്കുന്നേ. ഇത് പുറത്തൊരു വീട്ടിൽ മുട്ടുന്ന ശബ്ദമല്ലോ, പുറത്തൊരു വീട്ടിൽ മുട്ടിയാൽ ഇവിടെ ഇങ്ങനെ ഇത്ര ക്ലിയർ ആയിട്ട് കേൾക്കണേന്ന് ചോദിക്കുകയാണ്. രേവതി പെട്ടെന്ന് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് ചെല്ലുവാണ്. രേവതി നോക്കിക്കഴിഞ്ഞപ്പം കഥവ് ലോക്കിട്ട് താക്കോലത്തെ വെച്ചേക്കുവാ. ഓഹോ, പെട്ടെന്ന് തന്നെ കഥവ് ലോക്ക് തുറക്കണം. നീ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു? നീ എന്ത് പരിപാടി കാണിച്ചേ? നീ കഥവ് ലോക്ക് ചെയ്ത് എന്തിനാന്ന് ചോദിക്കുക. ഞാൻ ലോക്ക് ചെയ്തില്ല എന്ന് പറയണം. ലോക്ക് ചെയ്തില്ലേ? അത് ചിലപ്പോൾ കാറ്റത്തെങ്ങാനും അടഞ്ഞു പോയതായിരിക്കും. രേവതിക്ക് പേടി, ഇനിയിപ്പോൾ അമ്മയെ അടച്ചിട്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമാകുമല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് രേവതി പറഞ്ഞു, അതെ, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. എന്ത് കാര്യം? അത് ശ്രീകാന്തും വർഷയുടെ അമ്മയും വന്നിട്ടുണ്ടെന്ന് പറയുവാണ്.
ഓഹോ, അവര് വന്നിട്ടുണ്ടല്ലേ. വെറുതെ അല്ലേ രാവിലെ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് എന്റെ അമ്മ കിടന്ന് പെടാപ്പാട് വിട്ടത്. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇതങ്ങനെ വെറുതെ വിടാണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാന്ന് പറയാണ്. ഇത് സച്ചേട്ടാ, അലമ്പ് വഴക്കുണ്ടാക്കില്ല. ദൈവത്തെ ഓർത്ത് സമാധാനമാണ് വേണ്ടേന്ന് പറയണേ. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാം. സമാധാനം ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞ് സച്ചി ഹാളിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് ബാക്കി എല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ സച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി. ഇതൊന്നും ശ്രദ്ധിക്കാതെ സച്ചി എന്നിട്ട് ശ്രീകാന്തിന് മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, ആരാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ആര് പറഞ്ഞിട്ടേ ഈ വീട്ടിലേക്ക് കയറിയത്? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ വീട്ടിലേക്ക് കയറി നിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുന്നത്? ഇറങ്ങിപ്പോക്കോണം ഈ വീട്ടിൽ നിന്ന് എന്ന് പറയാണ്. ഇത് കേട്ടപ്പം ശ്രീകാന്ത് ഒന്നും മിണ്ടാ നിൽക്കണം. നിന്നോട് പറഞ്ഞെന്താ മനസ്സിലായില്ലേന്ന് ചോദിക്കാം. മഹിമ പറഞ്ഞു, എങ്ങോട്ട് പോവാനാ? അതെ, ശ്രീകാന്തും വർഷം കൂടെ ഇവിടെ ജീവിക്കാൻ വന്നാ. വർഷനെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചോണ്ട് വന്ന. കല്യാണം കഴിഞ്ഞ് പിന്നെ ഭർത്താവിന്റെ വീട്ടിലെ ഭാര്യ താമസിക്കണ്ടെന്ന് പറയണം. ഭർത്താവിന്റെ വീട് പോലും സ്വന്തം ഇഷ്ടപ്പെടാൻ കല്യാണം കഴിഞ്ഞ് തോന്നിയാസം പോയതല്ലേ. ഇവരെയൊക്കെ ഇവിടെ കയറ്റി താമസിപ്പിക്കണല്ലേ. ഇതൊന്നും പറ്റുന്ന കാര്യമല്ല. അച്ഛാ, ഇവരെ ഇറക്കി വിടാൻ പറയണം. ഇത് കേട്ടതും സച്ചി സച്ചിയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശ്രീകാന്ത് ഇങ്ങനെ നോക്കുവാണെന്ന്. ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടൻ ഞാൻ ഏത് സച്ചേട്ടൻ? ആരുടെ സച്ചേട്ടൻ? മിണ്ടി പോയേക്കരുത് നീ ചെയ്ത കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. എന്നിട്ട് അവൻ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. ചന്ദ്രമ തുടങ്ങി, സച്ചി ഇനി ഒന്നും മിണ്ടായിരിക്കാൻ പറയണം. ഓ, ഞാൻ മിണ്ടാതിരിക്കണം അല്ലേ? അപ്പൊ ഈ കാണിച്ചു കൂട്ടിയതൊന്നും കുഴപ്പമില്ല. ഇപ്പം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായെന്നറിയാവോ? എന്നിട്ട് മനുഷ്യൻ നാണം കിട്ടും. അതും പോരാഞ്ഞിട്ട് അച്ഛൻ ലോക്കപ്പിലായി, അച്ഛൻ അസുഖം ഉണ്ടായി. അമ്മയ്ക്ക് ഇത് പെട്ടെന്ന് മറക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്ന് പറയാം. ആ സമയം മഹിമ പറഞ്ഞു, ഇനിയിപ്പം നടക്കാനുള്ള നടന്നു, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. രണ്ടു കൂട്ടരും ഇഷ്ടപ്പെട്ടല്ല ഇവര് കല്യാണം കഴിച്ച. ഇവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചാ. അതുകൊണ്ട് നമ്മൾ ഇവരെ എതിർത്തിട്ടും ഇനി കാര്യമില്ല എന്ന് പറയണം. നിങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവരെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വെക്കുമോ, പക്ഷെ ഈ വീട്ടിൽ നടക്കില്ല എന്ന് പറയണം. അത്ര സമയം മിണ്ടായിരുന്ന രവീന്ദ്രൻ വിളിച്ചു, സച്ചി നീ മിണ്ടായിരിക്കാൻ പറയണ. അച്ഛാ, ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടായിരുന്നാ മതി എന്ന് പറയണം. പിന്നീട് രവീന്ദ്രൻ ചോദിച്ചു, അല്ല വർഷയുടെ അച്ഛൻ എന്താ വരാത്തേന്ന് ചോദിക്കുക. ഇത് കേട്ടതും മഹിമ പറഞ്ഞു, അത് പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഇന്ന് ജോലി ഉണ്ടായിരുന്നു പറയാം. ഓ, മകളുടെ കാര്യത്തിന് ഇത്തിരി സമയം എടുക്കാൻ പോലെ അച്ഛനില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ മകളോടുള്ള ഉത്തരവാദിത്തം നിങ്ങളുടെ ഭർത്താവിനല്ലേ എന്ന് സച്ചി ചോദിക്കാണ്. രവീന്ദ്രൻ പറഞ്ഞു, നീ മിണ്ടായിരിക്കുക. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞങ്ങൾ നാണം കെട്ട് വീണ്ടും നിങ്ങളുടെ കാലേ വന്ന് വീഴണമെന്നോ? നിങ്ങളെ അപമാനിച്ചൊന്നും ഞങ്ങൾ ഇതിലായിട്ടും മറന്നിട്ടില്ല. അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മറന്ന് ഇപ്പം നിങ്ങൾ ഇവിടെ അകത്ത് സ്നേഹിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? എൻ്റെ മകനും എൻ്റെ മകന്റെ ഭാര്യയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ മകള് മാത്രമല്ല തെറ്റ് ചെയ്തേ, എൻ്റെ മകനും ഇവിടെ തെറ്റ് ചെയ്താ. അതുകൊണ്ട് മാത്രം. ഇത് കേട്ടതും ചന്ദ്രമ പറഞ്ഞു, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതിനെക്കുറിച്ച് പറയണോ രവിയേട്ടാ? ആ വിഷയം അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാൻ പറയാണ്. നമ്മുടെ കുട്ടികൾ ഇങ്ങോട്ട് വന്നില്ലേ, ഇനി നമുക്ക് പേടിക്കണ്ടല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, ആർക്ക് പേടി? അച്ഛാ, ഒരു നിമിഷം ഇവരെ നിർത്തിയേക്കല്ലോ ഇവിടെ. ഇവരെ നിർത്തിയിട്ടാണ് അപകടം. ഇനി അച്ഛൻ ചിലപ്പോൾ ലോക്കപ്പിലൊക്കെ കയറേണ്ട വരുമെന്ന് പറയാം. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, ഇല്ല സച്ചി, നീ ഒന്നും മിണ്ടായിരിക്കാൻ പറയാണ്. വെറുതെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നീ മിണ്ടായിരിക്കാൻ പറയണം. പക്ഷെ സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് രേവതി എന്ന കയ്യിലേക്ക് പിടിച്ചിട്ട് വന്നു, സച്ചിയേട്ടാ ഒന്നും മിണ്ടായിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ. ഇനിയിപ്പോ നാളെ ഉച്ചയ്ക്ക് അതിന്റെ ബാക്കി വിശേഷം പിറ്റേ ദിവസം വിശേഷമായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.